ചരിത്രം നമുക്കെപ്പോഴും അഭിമാനം നൽകുന്നതാണ്. നമ്മുടെ ദൗത്യങ്ങളെക്കുറിച്ച് സഭയെന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ശരിയായ ബോധ്യം നൽകുന്നതാണ് ചരിത്ര പഠനം. കൊഴിമണ്ണിൽ ചാക്കോബദേശി വലിയ തീഷ്ണത കൊണ്ട് നിറഞ്ഞ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സത്യസഭയെ തേടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേദനയുണ്ടാക്കിയ വിഷയങ്ങളായിരുന്നു യാക്കോബായ സഭയിലെ ഓർത്തഡോക്സ് സഭയുമൊക്കെ ആയിട്ടുള്ള ആ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളുമൊക്കെ. അങ്ങനെ അതിലൊക്കെ വേദനിച്ച് മാർത്തോമാ സഭയുമായിട്ട് അടുത്ത് പ്രവർത്തിച്ചിരുന്ന കാലത്താണ് അദ്ദേഹം തൊട്ടാശ്ശേരിയിൽ അച്ഛനെ പരിചയപ്പെടുന്നതും. അച്ഛൻ്റെ ഇടപെടലിലൂടെയും അച്ഛനുമായിട്ട് നടത്തിയ സംവാദങ്ങളിലൂടെയുമൊക്കെ അദ്ദേഹം കത്തോലിക്ക സഭയെ ആശ്ലേഷിക്കാനായിട്ട് തീരുമാനിക്കുന്നതുമല്ല. പിന്നീട് 1930കളിൽ അഭിമന്യ ഇവാനിയോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ പുനരൈക്യ പരിശ്രമങ്ങൾ പൂവണിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ നൽകിയ ആ സ്വീകരണ യോഗത്തിൽ സ്വാഗതം പറഞ്ഞത് ഈ കോഴിമണ്ണിൽ ചാക്കോ ഉപദേശിയായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത്രമാത്രം അഭിമന്യ ജെയിംസ് കാളാശ്ശേരി പിതാവിനും എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിരൂപതയുടെ മുഴുവൻ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് ഈ ഇവാനിയോസ് പിതാവിൻ്റെ തന്നെ വലങ്കൈയായിട്ട് പ്രവർത്തിച്ച് ഈ സഭയിലെ ഉപദേശികളുടെ നേതാവായി മാറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി പല സമൂഹങ്ങളും രൂപപ്പെട്ടു എന്നെല്ലാം നമുക്കറിയാം. നമുക്ക് ഇത്തരത്തിലുള്ള ആത്മായ പ്രമുഖരെ നന്ദിയോടുകൂടി ഓർക്കാം. ഞാൻ എപ്പോഴും ഈ സഭയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, സഭയുടെ വിഷമസന്ധികളിലൊക്കെ മെത്രാന്മാരെക്കാളും വൈദികരെക്കാളും സഭയെ ഒരുമിച്ച് പിടിച്ചു നിർത്തിയത് ആത്മായ സഹോദരങ്ങളാണ്, ആത്മായ പ്രമുഖരാണ്. അവരുടെ വലിയ ആഗ്രഹമായിരുന്നു ഒരുമിച്ച് നിൽക്കണമെന്നും ഒരുമിച്ച് ആരാധിക്കണമെന്നുമൊക്കെയുള്ള വലിയൊരു ആഗ്രഹം, സത്യസഭയോട് ചേരണമെന്നുള്ള വലിയ ആഗ്രഹം. ആ ആഗ്രഹമാണ് അദ്ദേഹത്തെ ഇപ്രകാരം ഈ പുനരൈക്യ പരിശ്രമങ്ങളിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ ഇപ്രകാരം ഒരു സഭയായിട്ട് ജീവിക്കുമ്പോൾ, ഐക്യപ്പെട്ട ഒരു സഭയായിട്ട് ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഈ കാലഘട്ടത്തിലും നമ്മളുടെ വെല്ലുവിളികൾ എന്താണെന്ന് എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെല്ലാവരും കൂടെ ചെതറിപ്പോകാതെ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ എന്തോ ഒരു വലിയ ഒരു സ്വാധീനമായിരുന്നു. നമ്മളിപ്പോഴും 17% ഉണ്ട് എന്നാണ് പറയുന്നത് ക്രിസ്ത്യാനികൾ. മറ്റേതൊരു സമുദായത്തെക്കാളും വലിയ ഒരു സമുദായമായിട്ട് നമ്മൾ നിലനിന്നേനെ. വളരെ ശക്തരായ വ്യക്തികൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. പ്രത്യേകിച്ച് ഭരണരംഗത്ത്, സിവിൽ സർവീസ് രംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ വലിയ സംഭാവനകൾ നൽകിയ വ്യക്തികളുമായി ഈ കേരളീയ സമൂഹത്തിന്, പൊതുസമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകിയ പ്രസ്ഥാനങ്ങളുമായി, പത്രങ്ങളും അതുപോലെ സാംസ്കാരിക കലാപ്രസ്ഥാനങ്ങളുമൊക്കെയായിട്ട് ഈ സമൂഹത്തിന് തന്നെ ഒരുമിച്ച് നിന്ന് മാർഗദർശനം നൽകേണ്ടിയിരുന്ന ഒരു സഭാ സമൂഹം ദൗർഭാഗ്യവശാൽ 16-ാം നൂറ്റാണ്ടിലെ ആ വലിയ പിളർപ്പിന് ശേഷം അത് പല കഷണങ്ങളായി ഇപ്പോൾ ശക്തിയെല്ലാം ചോർന്ന് ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. നമ്മളെക്കുറിച്ച് രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ല മതിപ്പാണ്. എന്താണത്? ഇവരൊരിക്കലും ഒരുമിച്ച് നിൽക്കുകയില്ല. ക്രിസ്ത്യാനി ഒരിക്കലും ഒരുമിച്ച് നിൽക്കുകയില്ല. അവൻ 12 തട്ടിലേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് അവനെ പിളർത്താനും അവനെ തങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും നമ്മുടെ കുറച്ച് പേര് കാണും. അങ്ങനെ ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധിക്കാത്ത ഒരു സമൂഹമായിട്ടൊക്കെ നമ്മളെ ചിലരെങ്കിലും കരുതുന്നുണ്ട്. അത് മുതലെടുക്കാനായിട്ടൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോഴും എനിക്ക് തോന്നുന്നു ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി വരികയാണ്. ഒന്നാമത്, ജനസംഖ്യാപരമായിട്ട് നമ്മൾ വളരെയേറെ കുറയുന്നു. ഞങ്ങളുടെ അതിരൂപതയിലൊക്കെ 4 ലക്ഷം പേരൊക്കെ ഉണ്ടെന്നാണ് കണക്ക്. ഇപ്പം കണക്കെടുത്ത് നോക്കിയാൽ അറിയാം എത്രയുണ്ടെന്ന്.
അത്രയൊന്നും കാണാൻ വഴിയില്ല. ഞങ്ങളുടെ ഈ അടുത്ത നാളിലെ ഒരു കണക്ക് വന്നപ്പോൾ 4 ലക്ഷം ഒന്നും നാട്ടിൽ കാണാനില്ല. അവരെയൊക്കെ കാണണമെങ്കിൽ അമേരിക്കയിലും UK യിലും കാനഡയിലും ഒക്കെ പോയി നോക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു 15നും 35നും ഇടയ്ക്ക് പ്രായമുള്ള ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും സജീവമായ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ അഭാവം, അതെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിമണ്ണിൽ കുടുംബത്തിൽ ചാക്കോപദേശിക്ക് 11 മക്കളോ 10 മക്കളോ 11 മക്കളുണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചു. ആ 11 മക്കൾക്ക് എത്ര മക്കളുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അവരുടെ മക്കൾക്ക് എത്ര മക്കളുണ്ടായിരുന്നു എന്ന് ചിന്തിച്ചാലേ കറക്റ്റ് നമ്മുടെ ആ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയത്തുള്ളൂ. നമ്മൾ ക്രിസ്ത്യാനി വായിച്ച് പഠിച്ച് സായിപ്പിനെ പോലാകാൻ പരിശ്രമിച്ച് അവസാനം സ്വന്തം സമൂഹത്തിൻ്റെ സ്വത്തും തന്നെ നഷ്ടപ്പെടുത്തിയ അവസ്ഥയിലായി. എന്തു പറഞ്ഞാലും നമുക്കറിയാം, ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ സംഖ്യാബലമാണ്. നമ്മൾ ഇത്രയും വലിയ ഒരു സമൂഹമായിട്ട് നിലനിന്നു. അത് ചുരുങ്ങി പോകുമ്പോൾ സമൂഹം അങ്ങ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കുടുംബയോഗം കൂടി ചർച്ച ചെയ്യാറുണ്ടോ എന്നെനിക്ക് സാരമായ സംശയമാണ്. കുടുംബയോഗമൊക്കെ കൂടി ഒരു കുർബാനയൊക്കെ അർപ്പിച്ച് കുറേ പ്രസംഗങ്ങളൊക്കെ നടത്തി നല്ലൊരു ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് പേർക്ക് വലിയ മെച്ചമൊന്നും ഇല്ലാത്ത കുറച്ച് സ്കോളർഷിപ്പും ഒക്കെ കൊടുത്ത് നമ്മളങ്ങ് അവസാനിപ്പിക്കുകയാണ്. കവറുമൊക്കെ തുറന്നു നോക്കുമ്പോൾ കൂടിപ്പോയ ഒരു 500 രൂപ കാണും. അതിൽ കൂടുതലൊന്നും നമ്മൾ കൊടുക്കത്തുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുടുംബയോഗങ്ങളെല്ലാം അവസാനിക്കുകയാണ്. കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തയുണ്ടോ? ഇപ്പോൾ 10 മക്കൾ ഉണ്ടായിരുന്ന ഉപദേശിയുടെ മക്കൾ ആ ഒരു ലെവലിൽ പോയിരുന്നെങ്കിൽ ഇപ്പോൾ പള്ളി നിറയെ ആളെ കണ്ടേനെ. പക്ഷേ ഇപ്പോൾ നമ്മൾ വളരെ ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പരമ്പരാഗത കുടുംബങ്ങൾ കുടുംബയോഗമൊക്കെ നടത്തി ഗംഭീരമായിട്ട് പത്രത്തിൽ വലിയ സപ്ലിമെൻ്റൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എത്ര പേരിപ്പോൾ ഉണ്ട് ഇവരുടെ കൂട്ടത്തിൽ, ഇവരുടെ കുടുംബത്തിൽ ഇപ്പോൾ എത്ര പേരുണ്ട്. നമുക്കത് അങ്ങനെയുള്ള ചിന്തകൾ വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ അടുത്ത തലമുറ എവിടെ പോയി അപ്രത്യക്ഷരാകുന്നു എന്നും നമ്മൾ ചിന്തിക്കണം. നമ്മുടെയൊക്കെ നേഴ്സിംഗ് കോളേജുകളിൽ ഒരു അഡ്മിഷൻ കിട്ടാനായിട്ട് വലിയ പാടാണ്. ഞങ്ങളുടെ ചെത്തുപ്പുഴയിലെ നേഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ടിങ് 96% മാർക്കായിരുന്നു. അതിന് മുകളിലുള്ളവർക്ക് അവിടെ കിട്ടിയുള്ളൂ. അതിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. ഇതുങ്ങളെല്ലാം കേരളത്തിന് പുറത്തേക്ക് പോവുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? അവിടുത്തെ അച്ഛന്മാർ പറയുന്നത്, എൻ്റെ പിതാവേ 1200 മാർക്ക് മേടിച്ച പിള്ളേർക്കും നേഴ്സിംഗ് മതി, വേറെ ഒന്നും പഠിക്കണ്ട. അവർ IAS പരീക്ഷ എഴുതി അവർക്ക് കിട്ടും, പക്ഷെ അവരെഴുതത്തില്ല. അവർക്ക് ഇന്ത്യയിലെ ഏറ്റവും സെൻട്രലി ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസിലോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോ ഒക്കെ അവർ പരിശ്രമിച്ചാൽ കിട്ടും, പക്ഷെ അവർ മത്സര പരീക്ഷ എഴുതത്തില്ല. അവർക്ക് നോക്കിയിട്ട് ഏറ്റവും എളുപ്പം ഇതാണ്, ഈ നേഴ്സിങ്ങിന് പോവുക, അത് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു തണുപ്പുള്ള രാജ്യത്ത് പോവുക, എന്നിട്ട് വലിയ ശമ്പളമൊക്കെ മേടിച്ച് അതെല്ലാം ബാങ്കിലൊക്കെ ഇട്ട് അതൊക്കെ ഇങ്ങനെ കൂടുന്നത് കണ്ട് നിർവൃതി അടഞ്ഞ് ജീവിതം. അല്ലാതെ എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമായ ഒരു സംഭാവന ഈ സമൂഹത്തിന് കൊടുക്കണമെന്നോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും നിങ്ങൾ കുടുംബയോഗങ്ങൾ വളരെ സാരമായിട്ട് കരുതണം, വളരെ സാരമായിട്ട് പരിഗണിക്കുകയും അങ്ങനെ നമ്മുടെ അടുത്ത തലമുറയെ നമുക്ക് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളായിട്ട്, ഈ സമൂഹത്തിന് സംഭാവനകൾ നൽകാൻ കഴിയുന്ന വ്യക്തികളായിട്ട് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാമെന്നുള്ളൊരു ചിന്തയുണ്ടാവണം. ഞാൻ പറഞ്ഞു, കോഴിമണ്ണിൽ ചാക്കോപദേശിയെ പോലെയുള്ള അൽമായ പ്രമുഖരാണ് യഥാർത്ഥത്തിൽ സഭയെ അതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിർത്തിയത്. ഇന്ന് നമ്മുടെ സഭയ്ക്കൊരു ആവശ്യമുണ്ടാകുമ്പോൾ, സഭാ സമൂഹത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ എത്ര പേര് കൂടെയുണ്ട് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സഭ നമ്മുടെ ഒരു ആവേശമായിട്ട് മാറുന്നുണ്ടോ? കത്തോലിക്ക സഭയെന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവേശമായിട്ട് മാറുന്നുണ്ടോ? സഭയുടെ ഐക്യം നമ്മുടെ ഒരു ആഗ്രഹമായിട്ട് മാറുന്നുണ്ടോ? അതോ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇന്ന് പള്ളിയിൽ പോയി നമുക്കെങ്ങനെ ഒരു കുർബാനയൊക്കെ കിട്ടി, നമ്മുടെ പള്ളിയും അപ്പുറത്തെ പള്ളിയേക്കാളും ഒക്കെ ബെറ്ററായിട്ടൊക്കെ ഇരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങളല്ലാതെ ഈ സഭയെന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും താങ്ങി നിർത്തുന്ന ഒരു വലിയ ദൈവികമായ സംവിധാനമാണ്. അതിനൊരു പ്രതിസന്ധി ഉണ്ടാവരുത്, അതിനൊരു തളർച്ച ഉണ്ടാവരുത് എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ അടുത്ത തലമുറയിലൊക്കെ അത് വളരെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങളുടെ സീറോ മലബാർ രൂപതയ്ക്ക്
സഭയ്ക്ക് കാനഡയിലും ഷിക്കാഗോയിലും ഗ്രേറ്റ് ബ്രിട്ടനിലും എല്ലാം രൂപതകളുണ്ട്. നമ്മളിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വലിയ സന്തോഷമാണ്. അവരെല്ലാം ഏക്കർ കണക്കിന് സ്ഥലം മേടിക്കുന്നു. അച്ചായന്മാർ എവിടെ പോയാലും സ്ഥലം മേടിച്ചു കൂട്ടും. അതുപോലെ വലിയ പള്ളികൾ പണിയുന്നു. ഒത്തിരി ലക്ഷക്കണക്കിന് ഡോളർ അവർ കടമെടുത്ത് അതെല്ലാം ചെയ്യുന്നു. അവരുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് വേദപാഠ ക്ലാസ്സുകളെല്ലാം പണിയുന്നു. എന്തോ ഒരു വലിയ തീഷ്ണതയോടുകൂടിയാണ് ആ സഭാ സമൂഹം അവിടെ ജീവിക്കുന്നത്. നാട്ടിൽ പള്ളി പോകാത്തവരും അവിടെ ചെന്നാൽ പള്ളി പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ഒരു കൺസേൺ, അവർ തന്നെ പറയും, എൻ്റെ പിതാവേ, ഞങ്ങളെല്ലാം ഈ പള്ളി വരുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ മക്കൾ ഈ പള്ളി വരുമെന്ന് സംശയമാണ്. ഇനി അവരുടെ മക്കളും കൂടെ ആയിക്കഴിഞ്ഞാലോ, അവർക്ക് സീറോ മലബാർ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് മലബാർ, വാട്ട് സീറോ എന്ന് ആ പിള്ളേർ ചോദിക്കും. അവർക്ക് ഒരു തലമുറ മറിഞ്ഞു കഴിയുമ്പോൾ ഈ ബന്ധം, സഭയുമായിട്ടുള്ള ബന്ധം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അത്രയും സെക്കുലറായ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. സഭയുമായിട്ടുള്ള ഈ ബന്ധം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സമൂഹം ദുർബലമാവുകയാണ് എന്നുള്ളൊരു വലിയ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഈ അനുസ്മരണ യോഗവും പരിശുദ്ധ കുർബാനയും ഒക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും സഭയുടെ ഐക്യത്തെക്കുറിച്ച്, സഭയുടെ അടുത്ത തലമുറയിലെ നിലനിൽപ്പിനെക്കുറിച്ച്, സഭാ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച്, വളർച്ചയെക്കുറിച്ചൊക്കെയുള്ള ആരോഗ്യകരമായ ചിന്തകൾ നമുക്കുണ്ടാവണം. നമ്മുടെയൊക്കെ കുടുംബയോഗങ്ങളിൽ ഇതൊക്കെ ചർച്ചയായിട്ട് വരണം. ഞാനിപ്പോൾ പള്ളികളിലൊക്കെ പോകുമ്പം പ്രതിനിധി യോഗമൊക്കെ ഉണ്ട്, അവിടെ പള്ളിയോഗമുണ്ട്. ഞാൻ അവരോട് പറയും, നിങ്ങളിങ്ങനെ പള്ളിമുറ്റത്ത് ടൈലിടുന്നതും അവിടെ മതിൽ കെട്ടുന്നതും ഇവിടെ കെട്ടിടം പണിയുന്നതും മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ. നിങ്ങളുടെ പിള്ളേരൊക്കെ എവിടെ പോയി അപ്രത്യക്ഷരാകുന്നു എന്നുള്ളത് ചർച്ച ചെയ്യണം. നിങ്ങളുടെ മക്കൾക്കൊക്കെ ഉപരിപഠനത്തിന് സാധ്യതകളുണ്ടോ, അവർക്ക് എന്തെങ്കിലും പണം ആവശ്യമുണ്ട്, അത് നിങ്ങൾ ഇടവക ചർച്ച ചെയ്യണം. അതവർക്കില്ലെങ്കിൽ അഭിമാനപൂർവ്വം അന്തസ്സോടെ അവർക്ക് സ്കോളർഷിപ്സ് ഒക്കെ വാങ്ങി പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ അടുത്ത തലമുറയെക്കുറിച്ച് കൺസേൺ ഉള്ള ഒരു സമൂഹമായിട്ടൊക്കെ മാറുമ്പോൾ നമുക്കൊത്തിരി വ്യത്യാസം ഉണ്ടാകും. ദൗർഭാഗ്യവശാൽ നമ്മുടെ പള്ളികളുടെയൊക്കെ ആകപ്പാടെ ഇപ്പോൾ ഉള്ള ശ്രദ്ധ പെരുന്നാൾ നടത്തണം, വെടിക്കെട്ട് നടത്തണം, ചെണ്ടമേളം നടത്തണം, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കേമമായിട്ട് വലിയ എന്തെങ്കിലും പ്രോഗ്രാം നടത്തണം, ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാം കൂടെ കഴിഞ്ഞ് എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോവുകയാണ്. എല്ലാവരും കൂടെ ഒരു ഫുഡ് അടിച്ച് അങ്ങനെയൊക്കെ പോവുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ അടുത്ത തലമുറയെക്കുറിച്ചൊക്കെ സ്വപ്നങ്ങളില്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ സഭയെക്കുറിച്ച് അഭിമാനിക്കുന്ന, സഭയോട് ബന്ധമുള്ള നല്ല വ്യക്തികളായിട്ട് രൂപപ്പെടാനായിട്ട് നമ്മുടെ മക്കൾക്കുമൊക്കെ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും ഞാൻ നോക്കുമായിരുന്നു, ഒരു 40 വയസ്സിൽ താഴെയുള്ള എത്ര പേരുണ്ടെന്ന്. വളരെ കുറച്ച് പേരെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതും ഒരു സൂചനയാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ 40 വയസ്സിൽ താഴെയുള്ളവരുണ്ടല്ലേ, വെരി ഗുഡ്. അപ്പോൾ അതെല്ലാം ഒരു സൂചനയാണ്, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു സൂചനയാണ്. കുടുംബങ്ങളുടെ അടുത്ത 10 വർഷം അല്ലെങ്കിൽ അടുത്ത 25 വർഷമൊക്കെ കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും. ഞാൻ അഭിമന്യ പൗത്തിൽ പിതാവിൻ്റെ കൂടെ പഠിച്ച ഇഗ്നേഷ്യസ് അച്ഛൻ ഇവിടെയുണ്ട്. പൗത്തിൽ പിതാവിൻ്റെ കൂടെ ഇരുന്ന് അവസാന കാലത്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പിതാവിനോട് പറയും, പിതാവൊക്കെ ഭാഗ്യവാനായ പിതാവാണ് എന്ന് ചോദിച്ചാൽ എന്നെ അങ്ങനെ പറഞ്ഞു നല്ല വിശ്വാസമുള്ള ജനങ്ങളുണ്ടായിരുന്നു, അനുസരണമുള്ള വൈദികരുണ്ടായിരുന്നു, പിന്നെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ മക്കളുണ്ടായിരുന്നു. ഞാനും സിൽവാനോ സിരിമേനിയും ഒക്കെ മെത്രാനായിരിക്കുന്ന യുഗം കഷ്ടപ്പാടിൻ്റെ യുഗമാണ്. കാരണം ഞങ്ങൾ ഇനിയിപ്പം ഈ പള്ളികളിലൊക്കെ ആൾ കുറയുന്ന ഒരു ഘട്ടം കാണാനായിട്ട് വിധിക്കപ്പെട്ട ആൾക്കാരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ വൊക്കേഷൻ, ഇഷ്ടംപോലെ ദൈവവിളികളൊക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്, അതെല്ലാം കുറഞ്ഞുപോയി. നമ്മുടെ പെൺകുട്ടികളൊന്നും ഇപ്പം കന്യാസ്ത്രീകളാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇവിടെ 1-2 പേരെ ഞാൻ കാണുന്നുണ്ട്, ആകാൻ പറ്റിയവരെ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് അവരാരും ചിന്തിക്കുന്ന പോലുമില്ല. ഇവരെല്ലാം കല്യാണം കഴിച്ചെന്ന് അവർ പറയുന്നത്, വേണ്ട പോകണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നിരാശപ്പെടാനായിട്ടല്ല, നമ്മൾ സഭ എപ്പോഴും ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത് പ്രതിസന്ധികളിൽ നിന്നാണ്, അല്ലേ? ചാരങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു വലിയ ചരിത്രമാണ് സഭയുടേത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭാവിയെക്കുറിച്ചുള്ള നല്ല ശരിയായ വിലയിരുത്തലുകളും പദ്ധതിയിടലുകളും എല്ലാം ഉണ്ടാവണം. സഭയോട് ബന്ധമുള്ള, സഭയെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ പിതാമഹനായ ചാക്കോ ഉപദേശിയെ പോലുള്ളവരുടെ സ്മരണയോട് നീതി പുലർത്താനായിട്ട് നമുക്ക് സാധിക്കുക.
എന്നെയും ഈ സമ്മേളനത്തിൽ വിളിച്ച് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി അതിരൂപത കൂടി ഭാഗമായ ഒരു ചരിത്രത്തെക്കുറിച്ച് അവബോധമുള്ളവരാകാൻ ഞങ്ങളെയും സഹായിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കും.